ഇന്ന് നമ്മൾ നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രചോദനമാകുന്ന ഒരു ജീവിതയാത്രയാണ്. വലിയ പ്രതിസന്ധികളിൽ നിന്ന് ഒരു കൂട്ടായ്മയുടെ സഹായത്തോടെ ഒരു ബിസിനസ് അവസരം ഉപയോഗിച്ച് വലിയ വിജയം നേടിയ ഒരാളുടെ അനുഭവം. അതെ. നമ്മുടെ കയ്യിലുള്ളത് വിന്നിംഗ് ടീം എന്ന യൂട്യൂബ് ചാനലിലെ ഒരു വീഡിയോയുടെ ട്രാൻസ്ക്രിപ്റ്റ് ആണ്. മിസ്റ്റർ വിജയ് മാലേക്കർ ആൻഡ് മിസസ് സുനന്ദ മാലേക്കർ ലൈഫ് സ്റ്റൈൽ വിന്നിംഗ് ടീം എന്നാണ് ആ വീഡിയോയുടെ പേര്. ഇതിൽ മിസ്റ്റർ വിജയ് മാലേക്കരും ഭാര്യ സുനന്ദയും അവരുടെ ജീവിതം എങ്ങനെ മാറി മറിഞ്ഞു എന്ന് പറയുന്നു. പ്രത്യേകിച്ച് വെസ്റ്റീജ് എന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനിയും പിന്നെ വിന്നിംഗ് ടീം എന്ന ഒരു സപ്പോർട്ട് സിസ്റ്റവും എങ്ങനെയാണ് അവരെ സഹായിച്ചത് എന്നതിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് ഈ അനുഭവത്തിൽ നിന്ന് എന്തൊക്കെ പഠിക്കാമെന്ന് നോക്കാം, അല്ലേ? എങ്ങനെയാണ് ഇവർ ഈ നിലയിലേക്ക് എത്തിയത്? എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു? പിന്നെ ഈ വെസ്റ്റീജ് വിന്നിംഗ് ടീം ഇതിന്റെയൊക്കെ പങ്ക് എന്തായിരുന്നു? ഡയറക്ട് സെല്ലിംഗ് എന്ന ഈ ഒരു സാധ്യതയെക്കുറിച്ച് ഈ അനുഭവം എന്താണ് പറയുന്നത്? നമുക്കൊന്ന് വിശദമായി സംസാരിച്ചു നോക്കാം. തീർച്ചയായും. ഇതൊരു എന്താ പറയാ ഒരു ഗംഭീര തിരിച്ചുവരവിന്റെ കഥയാണ്. ഒരു സാധാരണ ഇടത്തരം കുടുംബത്തിൽ നിന്നൊരാൾ വരുന്നു, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കുന്നു, വലിയൊരു പ്രതിസന്ധിയിൽ പെടുന്നു, എന്നിട്ട് മറ്റൊരു വഴിയിലൂടെ ശരിക്കും അസാധാരണമായ ഒരു വിജയം നേടുന്നു. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്വന്തം പ്രയത്നം, കുടുംബത്തിന്റെ അവസ്ഥ, ഒരു സിസ്റ്റത്തിന്റെ പങ്ക്, പ്രതിസന്ധിയെ എങ്ങനെ അവസരമാക്കാം എന്ന ചിന്ത, അങ്ങനെ പലതും. നമുക്ക് ഓരോ ഘട്ടമായിട്ട് നോക്കാം. ശരി. അപ്പൊ ആദ്യം വിജയമാലേക്കറുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കാം. പൂനെ സ്വദേശിയല്ലേ? ഒരു ഇടത്തരം കുടുംബം. അച്ഛൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, അമ്മ വീട്ടമ്മ. ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലി. അതെ. അദ്ദേഹം സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. പഠിത്തം കഴിഞ്ഞിട്ട് ഒരു 2 വർഷം ജോലിക്ക് പോയി. പക്ഷെ ആ ജോലിയിൽ അത്ര തൃപ്തി തോന്നിയില്ല. സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം, ഒരു സംരംഭകനാകണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. ആ ഒരു സ്പിരിറ്റ്. അതെ. അതുകൊണ്ട് ആ ജോലി വിട്ട് സ്വന്തമായി ബിസിനസ്സിലേക്ക് വന്നു. അന്ന് കൂട്ടുകുടുംബമായിരുന്നു താമസം. ആ കുടുംബത്തിൽ വരുമാനമുണ്ടാക്കുന്ന ഒരേ ഒരാൾ അദ്ദേഹമായിരുന്നു എന്നും പറയുന്നുണ്ട്. ഓഹോ. അപ്പോ സ്വന്തം ആഗ്രഹത്തിനൊപ്പം ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഉത്തരവാദിത്തം കൂടി തലയിലുണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്ന്, ആ ഒരു സംരംഭകനാകാനുള്ള ഒരു മോഹം. രണ്ട്, ആ കുടുംബത്തിന്റെ ഭാരം. ഒരു സാധാരണ ജോലിയുടെ സുരക്ഷിതത്വമൊക്കെ വിട്ടിട്ട് സ്വന്തം റിസ്കിൽ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ, അതും കുടുംബം മൊത്തം തന്റെ വരുമാനത്തെ ആശ്രയിക്കുമ്പോൾ, അതൊരു വലിയ സ്റ്റെപ്പാണ്. ആ റിസ്ക് എടുക്കാൻ കാണിച്ച ഒരു ധൈര്യം, അത് തുടക്കത്തിലേ കാണാം. തുടക്കത്തിൽ ഈ കൺസ്ട്രക്ഷൻ ബിസിനസ്സിൽ അദ്ദേഹം വിജയിച്ചു എന്നും പറയുന്നുണ്ട്. വലിയ പ്രോജക്റ്റുകൾ കിട്ടി, നല്ല വരുമാനം വന്നു. ആ ഒരു സമയത്ത് കുറച്ച് പൈസ അധികം കയ്യിൽ വന്നപ്പോ ഏകദേശം ഒരു 20-25 ലക്ഷം രൂപ കയ്യിൽ ഉണ്ടായിരുന്നത്രേ. ഓക്കെ. ആ പൈസ വെച്ച് ഗ്രാമത്തിനടുത്ത് ഒരു ആട് ഫാമും പിന്നൊരു ഹോട്ടലും തുടങ്ങി. കുറച്ചുകൂടി മെച്ചപ്പെടാനുള്ള ഒരു ശ്രമം. പുതിയ സംരംഭങ്ങൾ. അതെ. പക്ഷെ അപ്പോഴാണ് കാര്യങ്ങൾ തകിടം മറിയുന്നത്. 2016 നോട്ട് നിരോധനം വന്നു. ആ, അതൊരു വലിയ അടിയായിരുന്നു പലർക്കും. അതെ. അദ്ദേഹത്തിന്റെ പ്രധാന ബിസിനസ്, അതായത് കൺസ്ട്രക്ഷൻ, അതിനെ ഇത് സാരമായി ബാധിച്ചു. വലിയ കമ്പനികളുമായുള്ള ഡീലുകൾ നിന്നു. ലക്ഷങ്ങളുടെ വരുമാനമാണ് ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായത്. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാല് കയ്യിലുണ്ടായിരുന്ന അധിക പൈസയില്ലേ, അതെല്ലാം ഈ പുതിയ സംരംഭങ്ങളിൽ, ആട് ഫാമിലും ഹോട്ടലിലും നിക്ഷേപിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് തിരിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥ. ലിക്വിഡ് ക്യാഷ് കയ്യിലില്ല. ശരിയാണ്. ഇത് പല ബിസിനസ്സുകാരും നേരിടുന്ന ഒരു കാര്യമാണ്. അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ. ഇവിടെ ഇപ്പോ അത് നോട്ട് നിരോധനമായിരുന്നു. പ്രധാന വരുമാനം നിൽക്കും. അതേസമയം പൈസ വേറെ എവിടെയെങ്കിലും ലോക്കായി കിടക്കുകയാണെങ്കിൽ ആ പ്രതിസന്ധി നേരിടാൻ കയ്യിൽ പണം കാണില്ല. ആ ഒരു ലിക്വിഡിറ്റി പ്രശ്നം. ഇവിടെ അത് വളരെ വ്യക്തമായി കാണാം. ആ അവസ്ഥ പിന്നീട് വഷളായി. ഹോട്ടലിലെ പണിക്കാരെയൊക്കെ പറഞ്ഞു വിടേണ്ടി വന്നു. കാരണം ശമ്പളം കൊടുക്കാൻ നിർവാഹമില്ല. എന്നിട്ട് അദ്ദേഹം തന്നെ ചായ ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങി. അയ്യോ. ചായക്കപ്പ് കഴുകുന്നതടക്കമുള്ള ജോലികൾ ചെയ്തു. കാരണം ആ ജോലിക്കാരന്റെ കൂലി ലാഭിച്ചാൽ ആ പൈസ വീട്ടിലെ കാര്യങ്ങൾക്ക് എടുക്കാമല്ലോ എന്നായിരുന്നു ചിന്ത. ആടുഫാമിന്റെ ക്ലീനിങ് വരെ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഏകദേശം ഒരു 1.5 വർഷത്തോളം വലിയ കഷ്ടപ്പാടായിരുന്നു. ഓർക്കുമ്പോ തന്നെ ഒരു ഇതിനിടയ്ക്ക് വേറൊരു പേടി കൂടി ഉണ്ടായിരുന്നു. 2003 വേറൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ ചേർന്നിട്ട് ഒരു 10-12 ലക്ഷം രൂപയുടെ നഷ്ടം പറ്റിയിരുന്നു. ഓഹ്, മുൻപൊരു അനുഭവമുണ്ട്. അതെ. ആ കടം പോലും തീർന്നിട്ടില്ലായിരുന്നു. അതിന്റെ കൂടെയാണ് ഈ പുതിയ കടങ്ങളും വരുന്നത്. പൈസ തരാനുള്ളവർ, ബാങ്കുകാര്, സപ്ലയർമാർ എല്ലാവരും വീട്ടിൽ വരാൻ തുടങ്ങി. ഭാര്യ സുനന്ദ ആകെ പേടിച്ചു. ചെറിയ കുട്ടികളല്ലേ, ആളുകൾ വരുമ്പോ അവരെ കാണാതിരിക്കാൻ ഒളിച്ചിരിക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായി എന്ന് പറയുന്നു. ശരിക്കും ഒരു ട്രാജഡി പോലെ തോന്നുന്നു. ആ പഴയ നഷ്ടത്തിന്റെ ഓർമ്മ, ഇപ്പോഴത്തെ കടം, വീട്ടിലെത്തുന്ന ആളുകള്. സുനന്ദയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ആ പേടി നമുക്ക് ഊഹിക്കാം. അവർക്ക് സ്വാഭാവികമായും ഈ ഡയറക്ട് സെല്ലിംഗ് എന്നൊക്കെ കേൾക്കുമ്പോഴേ വേശ്യവും പേടിയുമായിരിക്കും. തീർച്ചയായും. സുനന്ദയ്ക്ക് ആ ഇൻഡസ്ട്രിയോട് തന്നെ കടുത്ത നെഗറ്റീവായിരുന്നു. വിജയും ഒരുപക്ഷെ ഇനി ജീവിതത്തിൽ ഈ പരിപാടിക്ക് ഇല്ല എന്ന് തീരുമാനിച്ചിരുന്നിരിക്കണം. അങ്ങനെ കടം കയറി, വരുമാനം നിലച്ച്, ആളുകൾ വീട്ടിൽ വന്ന് ശല്യം ചെയ്യുന്ന ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ്. അതെ. അപ്പോഴാണ് വിജയുടെ ഒരു സുഹൃത്ത് ജിത്കർ സർ വെസ്റ്റീജ് എന്നൊരു ഡയറക്ട് സെല്ലിംഗ് അവസരത്തെക്കുറിച്ച് പറയുന്നത്. ഈ ഒരു അവസ്ഥയിൽ വീണ്ടും അതേ ഫീൽഡിൽ നിന്നൊരു അവസരം. അതെ. എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് നമുക്കൊന്ന് ലളിതമായിട്ട് ഓർക്കാം. കമ്പനികൾ സാധാരണ കടകൾ വഴി സാധനങ്ങൾ വിൽക്കില്ലേ? അതിനു പകരം നമ്മളെ പോലെയുള്ള വ്യക്തികൾ വഴി നേരിട്ട് കസ്റ്റമേഴ്സിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന രീതി.
ഇതിൽ ചേരുന്നവർക്ക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം, മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താം, അങ്ങനെ ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള അവസരം കിട്ടും. അതാണ് ബേസിക് ആശയം. ശരിയാണ്. അപ്പോ വെസ്റ്റീജിന്റെ പ്ലാൻ കേട്ടപ്പോ വിജയ്ക്ക് എന്തായാലും പഴയ അനുഭവം വെച്ച് സംശയം തോന്നിയിട്ടുണ്ടാവാം. പക്ഷെ അദ്ദേഹം പറയുന്നത് ആ പ്ലാൻ കേട്ടപ്പോൾ അതിലൊരു പ്രതീക്ഷ കണ്ടു എന്നാണ്. ഒരു സാധ്യത. തന്റെ ഇപ്പോഴത്തെ ഈ ഒരു മോശം അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ, ജീവിതം ഒന്ന് തിരിച്ചുപിടിക്കാൻ ഇത് സഹായിക്കുമെന്ന് തോന്നി. അവിടെ വേറൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. വിന്നിംഗ് ടീം. ഈ പേര് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. വെസ്റ്റീജ് കമ്പനി ഉൽപ്പന്നങ്ങളും ബിസിനസ് പ്ലാനും തരുമ്പോൾ ഈ ബിസിനസ്സിൽ എങ്ങനെ വിജയിക്കാം, എന്ത് ചെയ്യണം എന്നൊക്കെ പഠിപ്പിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഉള്ള ഒരു സ്വതന്ത്ര സംവിധാനമാണ് വിന്നിംഗ് ടീം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു സപ്പോർട്ട് സിസ്റ്റം. അതെ, ജിത്കർ സാറിലുള്ള വിശ്വാസം, പിന്നെ ഈ വിന്നിംഗ് ടീം കൂടെയുണ്ട് എന്നൊരു ധൈര്യം, അതൊക്കെ വെച്ച് അന്ന് രാത്രി തന്നെ വെസ്റ്റീജിൽ ചേരാൻ തീരുമാനിച്ചു. ഇത്രയും കടം നിൽക്കുമ്പോൾ ഈ തീരുമാനം എടുക്കുക എന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ്. അതൊരു ടേണിംഗ് പോയിന്റ് ആണ്. പഴയ മോശം അനുഭവം, ഇപ്പോഴത്തെ കടം, ഒരു പക്ഷേ ഭാര്യയുടെ എതിർപ്പ്, ഇതെല്ലാം ഉണ്ടായിട്ടും അതേപോലത്തെ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു പുതിയ അവസരത്തിൽ വിശ്വസിക്കാൻ തയ്യാറായി. ആ വിന്നിംഗ് ടീം എന്നൊരു സിസ്റ്റം കൂടെ ഉണ്ട് എന്ന അറിവ് ഒരു പ്രധാന ഘടകമായിരിക്കണം. കാരണം ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്ത് കൈ പൊള്ളിയ ഒരാൾക്ക് ഒരു സിസ്റ്റം കൂടെ ഉണ്ടെങ്കിൽ, ഒരു വഴി കാണിച്ചു തരാൻ ആളുണ്ടെങ്കിൽ അതൊരു വലിയ ആശ്വാസമാണ്. ഒരു പക്ഷേ പഴയ ബിസിനസ്സിലെ ആ ഒരു കോംപ്ലിക്കേഷൻസ് ഇവിടെയില്ല, കുറച്ചുകൂടി ലളിതമായ ഒരു വഴിയുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടാവാം. പിന്നീട് നടന്നത് വളരെ വേഗത്തിലുള്ള മാറ്റങ്ങളാണ്. അദ്ദേഹം തന്നെ പറയുന്ന ഒരു വാക്കുണ്ട്: വിശന്ന സിംഹം ഇരയെ പിടിക്കാൻ ചാടുന്നത് പോലെ താൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയെന്ന്. ആ ഒരു വാശി, ആ ഒരു തീവ്രത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് കാണിക്കുന്നുണ്ട് ആ ഡെസ്പിറേഷൻ. അതെ, അതിന്റെ ഫലം പെട്ടെന്ന് കിട്ടിത്തുടങ്ങി. വെറും 3 മാസം, അത്രയും സമയം കൊണ്ട് വെസ്റ്റീജിൽ നിന്നുള്ള വരുമാനം മാസം ഒരു 20,000-25,000 രൂപയായി. നമ്മൾ ഓർക്കണം, ഹോട്ടലിൽ ചായ അടിച്ച് കപ്പ് കഴുകി നിന്ന ഒരാളാണ്. 3 മാസം കൊണ്ട് ആ മാറ്റം. അതൊരു തുടക്കം മാത്രമായിരുന്നു. അടുത്ത 2 മാസം കൂടി കഴിഞ്ഞപ്പോ അദ്ദേഹം ക്രൗൺ പിൻ എന്നൊരു ലെവലിലെത്തി. വെസ്റ്റീജിൽ അതൊരു പ്രധാനപ്പെട്ട അംഗീകാരമാണ്. അത് കഴിഞ്ഞ് ആകെ മൊത്തം ഒരു 6-7 മാസം ആയപ്പോഴേക്കും യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ, അതായത് UCD ആയി മാറി. സ്വാഭാവികമായിട്ടും ഈ ഒരു ലെവലിൽ എത്തുമ്പോൾ വരുമാനവും കൂടും. ഇതൊരു വലിയ നേട്ടമാണ്. വെറും 6-7 മാസം കൊണ്ട് ഈ ലെവലിൽ എത്തുക എന്ന് വെച്ചാൽ അത് ശരിക്കും ഫാസ്റ്റ് ഗ്രോത്ത് ആണ്. അതെ, UCD ആയതോടുകൂടി ജീവിതം വീണ്ടും പഴയ ട്രാക്കിലേക്ക് വന്നു എന്ന് പറയാം. കടങ്ങളൊക്കെ വീട്ടി സാമ്പത്തികമായിട്ടൊരു സ്റ്റെബിലിറ്റി വന്നു. ഈ മാറ്റം കണ്ടപ്പോ ആദ്യം എതിർപ്പ് പറഞ്ഞിരുന്ന ഭാര്യ സുനന്ദയുടെ ചിന്താഗതിയിലും മാറ്റം വന്നു. ഭർത്താവിന് നല്ല വരുമാനം കിട്ടുന്നു, അതുമാത്രമല്ല അവരുടെ ടീമിലുള്ള മറ്റ് സാധാരണക്കാരായ ആളുകൾക്കും വരുമാനം കിട്ടുന്നത് കണ്ടപ്പോ അവർക്കും ഒരു താല്പര്യമായി, ഒരു സന്തോഷമായി. പിന്നീട് സുനന്ദയും ഈ ബിസിനസ്സിൽ ആക്റ്റീവായി. അവിടെ ആ കുടുംബത്തിന്റെ സപ്പോർട്ട് വരുന്നത് കാണാം. അത് വിജയ്ക്ക് എന്തായാലും കൂടുതൽ ശക്തി കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഈ ബിസിനസ് മോഡലിന്റെ ഒരു ഭംഗിയും അതാണ്. ഒരാൾക്ക് വരുമാനം കിട്ടുമ്പോൾ അത് മറ്റുള്ളവരുടെ വരുമാനവുമായിട്ട് കൂടി ബന്ധപ്പെട്ട് കിടക്കുന്നു. സ്വന്തം ടീമിലുള്ളവർ വളരുന്നത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അതൊരു വലിയ മോട്ടിവേഷനാണ്. വിജയ് അവിടെ നിർത്തിയില്ല. അദ്ദേഹം പിന്നെയും മുന്നോട്ട് പോയി. തന്റെ ലക്ഷ്യം സ്വന്തം വിജയം മാത്രമല്ല, ടീമിലുള്ളവരെ ലീഡർമാരാക്കുക എന്നതായിരുന്നു എന്ന് പറയുന്നു. അതിനായി മിഷൻ 90 ഡേയ്സ് എന്ന പേരിൽ ഒരു പ്രത്യേക പ്ലാനൊക്കെ വെച്ച് വർക്ക് ചെയ്തു. ടീമിനെ വളർത്താൻ. അതെ, അതിന്റെയൊക്കെ ഫലമായിട്ട് 2024 ഒക്ടോബറിൽ തുടങ്ങി 2025 ജനുവരി ആയപ്പോഴേക്കും വെസ്റ്റീജിലെ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ ഒന്നായ ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ DUCD എന്ന പൊസിഷനിലെത്തി. ഇത് ശരിക്കും ഒരു വലിയ നേട്ടമാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ നിലയിലേക്ക് എത്താൻ പറ്റി എന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തന രീതിയുടെയും ഒരു പക്ഷേ അദ്ദേഹം ഫോളോ ചെയ്ത സിസ്റ്റത്തിന്റെയും ഒരു എഫക്റ്റീവ്നെസ് ആണ് കാണിക്കുന്നത്. ഈ വിജയങ്ങൾക്കെല്ലാം കാരണം വിന്നിംഗ് ടീം നൽകിയ ആ ഒരു പരിശീലനവും സപ്പോർട്ടുമാണെന്ന് വിജയ് എപ്പോഴും പറയുന്നുണ്ട്. വിന്നിംഗ് ടീമിന്റെ ശിക്ഷയുടെ കലത്തിലാണ് ഇതൊക്കെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ശിക്ഷ എന്ന് വെച്ചാൽ ഇവിടെ പരിശീലനം, എഡ്യൂക്കേഷൻ എന്ന അർത്ഥത്തിലാണ്. സ്വന്തം കഴിവ് മാത്രം പോരാ, ഒരു സിസ്റ്റം തരുന്ന ഗൈഡൻസും ട്രെയിനിങ്ങും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ശരിയാണ്. ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു രീതി ഫോളോ ചെയ്യാനുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവും അല്ലേ? പ്രത്യേകിച്ച് സ്വന്തമായി ബിസിനസ് നടത്തി അതിന്റെ ഒരുപാട് തലവേദനകളും അനിശ്ചിതത്വങ്ങളും അനുഭവിച്ച ഒരാൾക്ക് വ്യക്തമായ സ്റ്റെപ്പുകളുള്ള, പിന്തുടരാൻ ലളിതമായ ഒരു രീതി കിട്ടുമ്പോൾ അതൊരു ആകർഷണമാകും. വിന്നിംഗ് ടീം അങ്ങനെ ഒരു സ്ട്രക്ചർ കൊടുക്കുന്നു എന്നാണ് വിജയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊരു ക്ലാരിറ്റി കിട്ടുന്നത് ആക്ഷൻ എടുക്കാൻ ഒരുപാട് സഹായിക്കും. അദ്ദേഹം തന്റെ ടീമിന്റെ വിജയങ്ങളെക്കുറിച്ചും വാചാലനാകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ടീമിൽ ഇപ്പോൾ ഒരുപാട് UCDമാരും ക്രൗൺ ഡയറക്ടർമാരുമുണ്ട്. എന്തിനധികം വേറൊരു DUCD പോലും അദ്ദേഹത്തിന്റെ ടീമിൽ നിന്ന് ഉണ്ടായി എന്ന് പറയുന്നു. ഓ, കൊള്ളാം. 1 ലക്ഷത്തിന് മുകളിൽ മാസം വരുമാനം വാങ്ങുന്ന ഒരുപാട് പേർ, പുതിയ കാറുകൾ വാങ്ങിയവർ, ഒരുപാട് പേർ വിദേശയാത്രകൾ ചെയ്തു, വീട് വെച്ചവർ, ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയവർ, അങ്ങനെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ പോസിറ്റീവായ മാറ്റം കൊണ്ടുവരാൻ ഈ അവസരത്തിലൂടെയും വിന്നിംഗ് ടീം സിസ്റ്റത്തിലൂടെയും പറ്റി എന്ന് അദ്ദേഹം പറയുന്നു. ഇത് ഡയറക്റ്റ് സെല്ലിംഗ് മോഡലിന്റെ ഒരു പ്രധാനപ്പെട്ട വശമാണ് എടുത്തു കാണിക്കുന്നത്. അതായത് ഇത് വെറും ഒരു വ്യക്തിയുടെ വിജയമല്ല,
ഒരു ടീമിന്റെ, ഒരു കൂട്ടായ്മയുടെ വളർച്ചയാണ്. വിന്നിംഗ് ടീം കൊടുക്കുന്ന വിദ്യാഭ്യാസം അത് മറ്റുള്ളവരെ കൂടി വിജയിപ്പിക്കാൻ സഹായിക്കുന്നു എന്ന ആശയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരാൾ വിജയിക്കുമ്പോൾ മറ്റുള്ളവരെയും കൂടെ കൂട്ടുന്നു, അവരെ സഹായിക്കുന്നതിലൂടെ താനും വളരുന്നു. അങ്ങനെ ഒരു ഘടന. ഇത് വെറുമൊരു വരുമാന മാർഗം എന്നതിനപ്പുറം ഒരുമിച്ച് വളരാനും മറ്റുള്ളവരെ സഹായിക്കാനുമുള്ള ഒരു അവസരമായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്, വളരെ ലളിതമായ രീതിയിൽ. അപ്പോ മിസ്റ്റർ വിജയ് മാലേക്കറുടെയും സുനന്ദയുടെയും ഈ അനുഭവത്തിൽ നിന്ന് നമുക്ക് എന്താണ് പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒരു ഘട്ടത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് കടം കയറി പേടിച്ച് ഒളിച്ചിരിക്കേണ്ടി വന്ന അവസ്ഥയിൽ നിന്ന് വളരെ വലിയൊരു സാമ്പത്തിക വിജയത്തിലേക്ക്, ഒരു ലൈഫ് സ്റ്റൈൽ മാറ്റത്തിലേക്ക് അവരെത്തി. ഇതിന് കാരണം നമ്മൾ നോക്കുമ്പോൾ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ശരിയായ ഒരു അവസരം. ഈ കേസിൽ അത് വെസ്റ്റീജ് അവർ കണ്ടെത്തി. രണ്ട്, ആ അവസരത്തിൽ വിജയിക്കാൻ വേണ്ട കൃത്യമായ വഴികാട്ടലും പരിശീലനവും പിന്തുണയും നൽകുന്ന ഒരു സിസ്റ്റം വിന്നിംഗ് ടീം അവർക്ക് കിട്ടി. അതവർ ഉപയോഗിച്ചു. മുൻപ് സ്വന്തമായി ബിസിനസ് ചെയ്തപ്പോഴുണ്ടായിരുന്ന ആ സങ്കീർണതകൾ, ആ അനിശ്ചിതത്വങ്ങൾ, അതൊന്നുമില്ലാതെ പിന്തുടരാൻ ലളിതമായ വ്യക്തമായ ഒരു വഴി കിട്ടിയപ്പോൾ റിസൾട്ട് വളരെ പെട്ടെന്നുണ്ടായി. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം, ആ സിസ്റ്റത്തിന്റെ പവർ. അതെ, സ്വന്തം പ്രയത്നം എന്തായാലും വേണം. പക്ഷേ അതിന്റെ കൂടെ നല്ലൊരു ടീമും പിന്തുടരാൻ ലളിതമായ ഒരു സിസ്റ്റവും ഉണ്ടെങ്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്ന് ഈ അനുഭവം അടിവരയിടുന്നു. ഇത് വിജയ് മാലേക്കറുടെ മാത്രം കഥയല്ല. അദ്ദേഹത്തിന്റെ ടീമിലുള്ള ഒരുപാട് പേരുടെ വിജയങ്ങളിലൂടെ ആ സിസ്റ്റത്തിന്റെ ഒരു ഫലം വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മറ്റുള്ളവർക്കും വരുമാനമുണ്ടാക്കാനും ജീവിതം മാറ്റാനും പറ്റുന്നു എന്നത് ഒരു വലിയ സാധ്യതയായിട്ട് ഇത് മുന്നോട്ട് വയ്ക്കുന്നു. തീർച്ചയായും. ഇപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളിൽ സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജോലിയിലോ ബിസിനസ്സിലോ അത്ര സന്തോഷം കണ്ടെത്താത്തവർ, മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് ഒരു വരുമാനം നേടാൻ താല്പര്യമുള്ളവർ, ഇങ്ങനെയുള്ളവർക്ക് വെസ്റ്റീജ് പോലെയുള്ള അവസരങ്ങളെക്കുറിച്ചും വിന്നിംഗ് ടീം പോലെയുള്ള സപ്പോർട്ട് സിസ്റ്റങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയുന്നത് ഒരു പക്ഷേ ഉപകാരപ്പെട്ടേക്കാം. ഇതുപോലെയുള്ള വിജയകഥകൾ ഒരു സിസ്റ്റം പിന്തുടരുന്നത് എങ്ങനെ കാര്യങ്ങൾ എളുപ്പമാക്കുമെന്നും വലിയ വിജയങ്ങളിലേക്ക് നയിക്കുമെന്നും കാണിച്ചു തരുന്നുണ്ട്. ലളിതമായി വിജയിക്കാം എന്നൊരു സന്ദേശം ഇതിലുണ്ട്. ഈ ഒരു വിശകലനം നിങ്ങൾക്ക് പുതിയ ചില ചിന്തകൾ തന്നിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. മിസ്റ്റർ വിജയ് മാലേക്കറുടെ ഈ യാത്ര ശരിക്കും പറഞ്ഞാൽ പ്രതിസന്ധികളെ എങ്ങനെ അവസരങ്ങളാക്കി മാറ്റിയെന്നതിന്റെ ഒരു ഉദാഹരണമാണ്. ഇനി നിങ്ങൾക്കൊന്ന് ആലോചിക്കാൻ ഒരു കാര്യം ഇതാണ്: ജീവിതത്തിൽ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഈ കഥയിൽ നിന്ന് എന്ത് തീപ്പൊരി കണ്ടെത്താൻ കഴിയും? ഒരു ബുദ്ധിമുട്ടേറിയ സമയത്ത് ഇതുപോലെ ഒരു അവസരമോ ഒരു സപ്പോർട്ട് സിസ്റ്റമോ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വ്യത്യാസം കൊണ്ടുവരുമായിരുന്നു? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് തുടർന്നും ചിന്തിച്ചു നോക്കാവുന്നതാണ്.